അറിയാമോ സാരി ഉടുക്കാൻ അതൊരു ഭയങ്കര പ്രയത്നമായിട്ടുള്ള ഒരു ജോലിയാണ്. ഇല്ല, കഴിഞ്ഞ എളുപ്പമാണ്. നോ സാർ പ്ലീസ്. അതല്ലേ എന്റെ തൊഴിലല്ലേ അതാ ജസ്റ്റ് കറങ്ങി തുടങ്ങിയല്ലോ. ഓക്കെ ഓക്കെ, അടിപൊളി ഓക്കെ. അപ്പൊ ഈ ഇത് കുറച്ചുകൂടെ ഇറക്കി അപ്പുറത്തെ സൈഡ് ഇറക്കം കൊടുക്കാം. ഓക്കെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഒന്നും കൂടി ഇങ്ങനെ കറങ്ങണ്ടേ? കറങ്ങണം. അതാണ് കറങ്ങണം. എന്നിട്ട് കറക്കില്ലേ പ്ലീസ്. അവിടെ നിൽക്കും. എന്നിട്ട് കറക്കാതെ പ്ലീസ്. ചേട്ടാ എന്റെ മുന്താണി ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പിടിച്ചു. അയ്യോ, ഈ പല്ലു ഫ്രണ്ടി വന്നു. ഈ മറാഠിന് ഞാൻ മഹാരാഷ്ട്ര വന്നുകൊണ്ട് മറാഠി സ്റ്റൈലാണ് നീ കിടക്കുന്നത്. അല്ല ഇത് കേരളമല്ലേ, നമ്മൾ കേരള ഡ്രസ് അല്ലേ ഇടേണ്ടത്? അങ്ങനെ കേരളത്തിലെ പല്ലു ആകെ. അതെ, ഞാനത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി നിൽക്കൂ പ്ലീസ്, നിൽക്കൂ. കുറച്ചുകൂടെ ഇല്ല അത് ശരിയായിട്ടില്ല. ഞൊറി കുറച്ചുകൂടെ നല്ല നീട്ടി ഇങ്ങോട്ട് പ്ലീസ്. ഞാനത് ചെയ്യട്ടെ. ഞാനൊന്ന് ഒന്ന് അത് അല്ല സോറി ഇപ്പുറത്തോട്ട് അതെ. പക്ഷെ പുള്ളി കഴിവുള്ളാട്ടോ. എത്ര പെട്ടെന്ന് അവിടം വരെ ആയത് നോക്കി. ഞൊറി ഒന്നും കറക്റ്റ് അല്ല ചേട്ടാ. അതെ, ഒരു മിനിറ്റ് അല്ല ഒന്ന് പിടിച്ച മോനെ, ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചു. അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞു. സാറ് കുറച്ചു നേരമായിട്ടിരുന്ന് അഭിപ്രായം പറയുന്നു, തിരിയാൻ പറയുന്നു, മുന്താണി പിടിക്കാൻ പറയുന്നു. അല്ല അതല്ല ചേട്ടാ. അല്ല അങ്ങനെയല്ല, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. സാറ് ഒന്നും ജസ്റ്റ് ഉണ്ട്. എന്തിനാ അല്ല ഒന്ന് ഇത് എന്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുന്ന ആളല്ലേ. ഞാൻ മഹാരാഷ്ട്ര സ്റ്റൈലിലുള്ള സാർ കേരളീയം ആണല്ലോ. പ്ലീസ് എന്തായാലും വിളിച്ചല്ലേ ചെല്ലേ. വരൂ സാറേ, വരൂ. ഇത് മറാഠിന്ന് ഗുജറാത്തിലോട്ട് പോകണത്. എന്താ കാണിക്കുന്നത് കുട്ടി? എന്താ സാറ് വരുന്നുണ്ട് സാർ പ്ലീസ്. അല്ല എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ, അത് എനിക്കങ്ങനെ. സാറ് ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു കേരളീയ തനിമ. അല്ല എനിക്കിങ്ങനെ കണ്ട ശീലമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അല്ല സാറ് ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന ഒരു ഫീലാണ്. അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അല്ല അങ്ങനെയല്ല. അങ്ങനെ സാറ് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്തൊന്ന് കാണിക്കണം. എന്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ദൂരെ നിന്ന് കാണുമ്പോ പറയാനുള്ളത് അല്ലാതെ എനിക്ക് ഉടുക്ക അറിഞ്ഞൂടാ. സാറ് പറഞ്ഞ ഇവരെപ്പോഴുള്ളവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോമഡിയിലേക്ക് വന്നതും ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയതൊക്കെ. സാർ വിഷമിക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഞാൻ ഉടുക്കുക. ഓക്കെ സാർ. ഞങ്ങളേ അറിയാമോ സാർ, എനിക്ക് സാറ് കേരളീയ തന്നെ ഉടുക്കുന്ന ആളാണല്ലോ. അതാ ഇവിടെ അത് കുത്തി. അതെ, സത്യം പറഞ്ഞ തമിഴ് സിനിമയിലൊന്നും ഈ പാടൊന്നുമല്ല, ഒരു കർച്ചിപ്പ് മാത്രം മതി. പിന്നെ അവർക്ക് ഇത്ര നിങ്ങളുള്ള തുണിയൊന്നും ഉടുക്കത്തില്ല. വെറും കർച്ചീപ്പ് പോലെ ഒതുങ്ങും. ആദ്യം പറഞ്ഞാൽ അതല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ വന്ന സാരി കൊടുത്ത് നീളം മേടിച്ച് ഞൂറ് തരാം. ഞാൻ 100 തരാം. ചേട്ടാ അവിടുന്ന് കണ്ടപ്പോഴേ നല്ല ഈസി ആയിട്ട് തോന്നി കേട്ടോ. എന്തോ അവിടുത്തെ കണ്ടപ്പോ നല്ല ഈസി ആയിട്ട് തോന്നി. മനസ്സിലായി. അതാണ് ഒരു കാര്യം ചെയ്യുമ്പോ അറിയാം. കണ്ടപ്പോ ഈസി ആയിട്ട് തോന്നിയല്ലേ? കണ്ടപ്പോ ഈസി ആയിട്ട് തോന്നിയില്ല. വലിച്ചു വെച്ച് ഓക്കെ. സാർ ഇങ്ങനെ ഇവിടുന്ന് ഇത് ഇങ്ങനെ പിടിക്കണമായിരുന്നു. അവിടെ ഞൊറിഞ്ഞു കൊണ്ടുപോകാം. അല്ല ഒരു സിറ്റിംഗ് വിട്ടേ. നടപടിയാവൂ. എനിക്ക് ഒരു പാളത്താറാവുന്ന കോളുണ്ട്. ഞാൻ കുതിക്കൂടാ. മെല്ലെ മെല്ലെ ഇക്ലിയാവരുത്. ഓക്കെ നോക്കട്ടെ. കലക്കിയല്ലേ? സൂപ്പർ കേട്ടാ. അപ്പൊ സാറേ അടിപൊളിയായിരിക്കും. നല്ല ഐശ്വര്യം, ഭയങ്കര ഐശ്വര്യം കേട്ടോ. അപ്പൊ സാറ് രണ്ടുപേരുടെ പ്രമുഖന്മാരുടെ കേരള സ്റ്റൈലിൽ ജസ്റ്റ് നടന്നു വന്നേ. ഒരു മ്യൂസിക് ഇട്ട്, ഒരു മൊസൈക്ക് ഇട്ട് കൊടുത്തേ പ്ലീസ്. സാറേ സൂപ്പർ അല്ലേ സാറേ? അല്ലേ? ഒന്ന് ഗുജറാത്തി, ഒന്ന് മലയാളിയും സൂപ്പർ ആയിട്ട്. ഓക്കെ മ്യൂസിക് ഇട്ടോ. ഓക്കെ കം ഓൺ, ലെറ്റ്സ് കം കം കം. ഗജരാജ വിരാട വിചാരിണി അടിയ ബോളി. സാറേ ഇത് ജിമ്മിലൊക്കെ പോയിട്ട് വരുന്ന മലയാളി പെൺകുട്ടിയെ പോലെ ഉണ്ടല്ലേ? ഭയങ്കര മസില. കൊള്ളാം. അപ്പൊ സാറ് മതി, ഇത് വേഷങ്ങളായിട്ടോ നമുക്ക് പോയേക്കാം. ബോംബെക്ക് വിട്ടേക്കാം. അയ്യോ വേണ്ട, അല്ല ബോംബെക്ക് പോ. അവിടെ മോഡലിംഗിന് താല്പര്യം. മോഡൽസിനൊക്കെ അത് പോട്ടെ, അത് ശരിയല്ല സാറുവാ. അല്ല എനിക്കിവിടെ കുറച്ച് പരിപാടിയും ഷോസും ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ പാടാനും ഒക്കെ. ഞാനതിട്ട് ഇങ്ങനെ ജീവിച്ചോളാം. ഓർഡേഴ്സിന് മുടിയ ശമ്പളം സാർ അവിടെ. പ്ലീസ് സാർ വാ. വേണ്ട ചേട്ടാ. ഇല്ല സാർ വേണം. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. സാർ വാ പ്ലീസ്. അയ്യോ അങ്ങനെയല്ല, ഒന്ന് രക്ഷപ്പെടുത്തിയ മോളെ. അല്ല സാറിനെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ പറ്റത്തില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഇഷ്ടപ്പെട്ട എല്ലാം കൊണ്ടുപോകും ഇവിടുന്ന്. കൊള്ളാം കേട്ടോ, കൊള്ളാം. എനിക്കങ്ങ് കൊതിയാകുന്നു.